ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഫിഷ് മസാല ഫ്രൈയും അതുപോലെ ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴമക്കാരൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു മീൻ കറിയാണ് ഞാനിന്നിവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 8-10 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ ചുവന്നുള്ളി നന്നായി മൂത്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മൂന്നും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് കുരുമുളകും പെരിഞ്ചീരകം ഒന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കണില്ല, തക്കാളിയോ പച്ചമുളകോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മുടെ പഴമക്കാർ ചെയ്തിരുന്ന ഒരു കറിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വല്യമ്മമാർ അമ്മൂമ്മമാർ അവരൊക്കെ ചെയ്തിരുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചൂടായതിന് ശേഷം മൂത്തതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് മുളക് പൊടി ചൂടായിട്ട് അത് കരിഞ്ഞു പോകും. അപ്പോൾ മസാലയ്ക്ക് ഒരു കരിഞ്ഞ ചുവയായിരിക്കും. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാം. എന്നിട്ട് ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്നാണ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. ഓൾറെഡി വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി തന്നെയാണിത്, പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് ഇത്തിരി മണവും ടേസ്റ്റും ഒക്കെ കൂടുതലായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പം മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഓരോരുത്തരുടെ മുളകിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളിയും ഒരു 10 ചുവന്നുള്ളിയും കൂടെ നമ്മൾ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ തക്കാളിയൊക്കെ പണ്ട് കാലത്തൊക്കെ തക്കാളിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വല്യമ്മമാർ അവരൊക്കെ പറയുന്നത് അവരുടെ കാലത്തൊന്നും തക്കാളി ഇല്ല. കുറേ കാലം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, തക്കാളി എന്ന് പറയുന്ന ഒരു പഴം കറിയിൽ ഇടേണ്ടത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തക്കാളീനെ അവർ പരിചയപ്പെട്ടിട്ടുള്ളത് കുട്ടിക്കാലിലൊക്കെ ആവുമ്പോൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തക്കാളി ഇല്ലാത്ത ടൈമിലൊക്കെ അവരൊക്കെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണിത്. അപ്പോൾ അത് അന്നത്തെ കറിയും അവരുടെ ഒരു ടേസ്റ്റൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് അല്ലേ പഴമക്കാരുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്, കൈപ്പുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിനി ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തു. ഒരല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉലുവയും വേപ്പിലയും ഒന്ന് മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചയ്ക്കുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ് ഈ മസാല അരയ്ക്കണ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഇപ്പോൾ ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സി ചുഴറ്റിയിട്ടുള്ള ആ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തോരം കറി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പുളിയുടെ ആവശ്യത്തിനായിട്ട് മാങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുടംപുളി അങ്ങനെ എന്തെങ്കിലുമാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അതേ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വാളംപുളിയാണ് ചേർക്കുന്നത് വെച്ചെങ്കിൽ ആ പുളിവെള്ളം ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിള വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ അയിലയാണ് എടുത്തുള്ളത്. അപ്പോൾ ചെറിയ അയിലക്കുട്ടികളായ കാരണം കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തേക്കാണ്. ഇനി അത് ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ കിടന്നിട്ട് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളി പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നിർബന്ധമുള്ളതാണെങ്കിൽ ഒരു ചെറിയ തക്കാളി വേണമെങ്കിൽ മുറിച്ചിടാമെന്ന് മാത്രം. അപ്പോൾ ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി
കുരുമുളക്, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ല കേട്ടോ, നന്നായി ചതഞ്ഞ പോലെ കിട്ടുകയും ചെയ്തത്. കാരണം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത്രയും കുറച്ച് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അരയാൻ പണിയല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെ മസാല കടിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, കുഴപ്പമില്ല. പെരിഞ്ജീരകമൊക്കെ ഇങ്ങനെ മീനിൻ്റെ കൂടെ കഴിക്കാൻ കടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള കാരണം പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചേർത്തു. നല്ല ഫൈനായിട്ട് അരയണം. ചിലവർക്ക് ഇങ്ങനെ മസാല കടിക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അങ്ങനത്തെ ഒരു നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഇത്തിരി അധികം മസാല ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, ആവശ്യത്തിന് എടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ മസാലയുടെ കൂടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല, കാരണം ഇപ്പോൾ എല്ലാവർക്കും ഫ്രൈ ചെയ്യേണ്ടത് അറിയണതല്ലേ. മസാല ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് മീനൊക്കെ വെന്ത് കറക്റ്റ് കട്ടിയായി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയാക്കി എടുക്കണില്ല ഞാൻ. അങ്ങനെ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ അതിനനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഇത്തിരി ലൂസ് ആയിട്ടുള്ള ഒരു കറിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.